ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ശരീരമെന്ന മഹാത്ഭുതത്തെക്കുറിച്ച്? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. രാവും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു ഫാക്ടറി. അതാണ് നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഈ ഫാക്ടറിയിലെ കോടിക്കണക്കിന് കുഞ്ഞൻ യന്ത്രങ്ങൾ പണിമുടക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ഫാക്ടറിക്ക് നമ്മൾ കൊടുക്കുന്ന ഇന്ധനത്തിന്റെ കാര്യമോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ചിലപ്പോൾ ഇടവേളകളില്ലാതെ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശപ്പ് മാറിയാലും രുചിക്കു വേണ്ടി വീണ്ടും കഴിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും ഈ ഫാക്ടറിക്ക് നമ്മുടെ ശരീരത്തിന് ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്ന് സ്വയം അറ്റകുറ്റപ്പണികൾ തീർക്കാനുള്ള സമയം നമ്മൾ കൊടുക്കാറുണ്ടോ? അവിടെയാണ് വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്ന വലിയ ആശയം കടന്നുവരുന്നത്. പലരും വ്രതത്തെ കാണുന്നത് വെറുമൊരു ആചാരമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിനുള്ളൊരു സമർപ്പണമായിട്ടാണ്. അത് ശരിയാണ്, ആത്മീയമായൊരു വശമുണ്ടതില്. എന്നാൽ അതിനപ്പുറം ശാസ്ത്രീയമായി നോക്കിയാൽ, നിങ്ങൾ ആഹാരം കഴിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നത് വെറുമൊരു വിശപ്പല്ല, മറിച്ച് അത്ഭുതകരമായൊരു മാറ്റമാണ്. അതൊരു മാജിക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു മാജിക്. നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവസാനത്തെ ഉരുള വിഴുങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരം ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഘട്ടം ഘട്ടമായി നടക്കുന്ന ആ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഇത് വെറുമൊരു അറിവല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു തിരിച്ചറിവാണ്. നമുക്ക് ഈ യാത്രയുടെ തുടക്കത്തിലേക്ക് പോകാം. നിങ്ങൾ അവസാനമായി ആഹാരം കഴിച്ച ആ നിമിഷം. ഉദാഹരണത്തിന്, നിങ്ങൾ രാത്രി 8 മണിക്ക് ഒരു നല്ല അത്താഴം കഴിച്ചുവെന്ന് കരുതുക. ചോറോ ചപ്പാത്തിയോ ഇറച്ചിയോ എന്തുമാവട്ടെ. ആ ഭക്ഷണം വയറ്റിലെത്തുന്നതോടെ നിങ്ങളുടെ ശരീരം ഫെഡ് സ്റ്റേറ്റ് അഥവാ ആഹാരം സ്വീകരിച്ച അവസ്ഥയിലേക്ക് മാറുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നത് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാനും അതിൽ നിന്നും ഊർജം വലിച്ചെടുക്കാനുമാണ്. പാൻക്രിയാസ് എന്ന അവയവം ഇൻസുലിൻ എന്ന ഹോർമോണിനെ രക്തത്തിലേക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഇൻസുലിൻ ഒരു താക്കോൽ പോലെയാണ്. രക്തത്തിൽ എത്തിച്ചേർന്ന ഗ്ലൂക്കോസിനെ, അതായത് ഊർജത്തെ, കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള താക്കോൽ. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് പുറത്തുനിന്നും കിട്ടിയ ഊർജം ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടുതന്നെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കത്തിക്കേണ്ട യാതൊരു ആവശ്യവും ആ സമയത്തില്ല. പകരം അധികം വരുന്ന ഊർജത്തെ ശരീരം ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങും. കരളിനകത്തും മസിലുകൾക്കകത്തും ഗ്ലൈക്കോജൻ എന്ന പേരിൽ ഈ ഊർജം ശേഖരിക്കപ്പെടുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു സ്റ്റോറേജ് മോഡിലാണ്. നിറയ്ക്കുക, സൂക്ഷിക്കുക, വളരുക. ഇതാണ് ആദ്യത്തെ 4 മണിക്കൂറുകളിൽ നടക്കുന്നത്. എന്നാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ കഥ മാറുന്നു. നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പതുക്കെ താഴാൻ തുടങ്ങുന്നു. ഇൻസുലിൻ എന്ന ആ കാവൽക്കാരനും പതുക്കെ പിൻവാങ്ങുന്നു. ഇനിയാണ് ശരീരം അതിന്റെ പ്ലാൻ ബി പുറത്തെടുക്കുന്നത്. പുറത്തുനിന്നും ഭക്ഷണം വരുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന ശരീരം കരളിനോട് പറയും, നമ്മൾ നേരത്തെ സൂക്ഷിച്ചുവെച്ച ആ ഗ്ലൈക്കോജൻ എടുത്ത് പുറത്തിടൂ, നമുക്ക് ഊർജം വേണം. അങ്ങനെ ബാങ്കിലിട്ട പൈസ അത്യാവശ്യത്തിന് പിൻവലിക്കുന്നതുപോലെ ശരീരം താൻ സൂക്ഷിച്ചുവെച്ച ഊർജം ഉപയോഗിക്കാൻ തുടങ്ങും. ഈ സമയത്താണ് പലർക്കും വിശപ്പ് എന്ന വികാരം ശക്തമായി അനുഭവപ്പെടുന്നത്. വയറ് കാളുന്ന പോലെയും എന്തെങ്കിലും കഴിക്കാൻ വല്ലാത്തൊരു ആർത്തിയും തോന്നും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എനർജി തീർന്നു പോകുന്നതുകൊണ്ടാണ് ഈ ക്ഷീണം. പക്ഷെ സത്യം അതല്ല. അതൊരു ശീലം മാത്രമാണ്. പതിവായി ഭക്ഷണം കിട്ടുന്ന സമയത്ത് ശരീരം ഗ്രലിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതാണ് വിശപ്പിന്റെ വിളി. നിങ്ങൾ ഈ സമയത്ത് വെള്ളം മാത്രം കുടിച്ചൊന്നും പിടിച്ചു നിന്നാൽ ഒരു തിരമാല പോലെ വന്ന ആ വിശപ്പ് തനിയെ അടങ്ങുന്നത് കാണാം. കാരണം ശരീരം പെട്ടെന്ന് തന്നെ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടും. 8 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോൾ നിങ്ങളുടെ വയർ കാലിയാണ്. പക്ഷേ ശരീരം അത്ഭുതകരമായ രീതിയിൽ ശാന്തമായി പ്രവർത്തിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ DNA റിപ്പയറിംഗ് പോലെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും, 8 മണിക്കൂർ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു വീഴുമെന്ന്. എന്നാൽ നമ്മുടെ പൂർവികരെ ഒന്ന് ഓർത്തുനോക്കൂ. കാട്ടിൽ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയും ബിസ്ക്കറ്റും കിട്ടിയിരുന്നില്ല. അവർക്ക് ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടിയിട്ടുണ്ടാകില്ല. എന്നിട്ടും അവർക്ക് വേട്ടയാടാനുള്ള കരുത്തുണ്ടായിരുന്നു. ആ കരുത്ത് എവിടെ നിന്നാണ് വരുന്നത്? അത് വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതകരമായ സ്വിച്ചിങ് കഴിവുകൊണ്ടാണ്. 12 മണിക്കൂർ പിന്നിടുമ്പോഴാണ് യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. ഇപ്പോൾ കരളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്ലൈക്കോജൻ ഏകദേശം തീരാറായിരിക്കുന്നു. ഫ്രിഡ്ജിലെ സാധനങ്ങൾ തീർന്നു, ഇനി ഫ്രീസറിലെ സാധനങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് പോലെ ശരീരം കൊഴുപ്പിനെ ഊർജമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. ഈ സമയത്ത് ഗ്രോത്ത് ഹോർമോൺ
അഥവാ വളർച്ച ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കുത്തനെ കൂടാൻ തുടങ്ങുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമാകുന്തോറും നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുവരുന്ന ഒന്നാണ് ഗ്രോത്ത് ഹോർമോൺ. എന്നാൽ വ്രതമെടുക്കുമ്പോൾ 12 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഹോർമോൺ ഉണരുന്നു. ഇത് നിങ്ങളുടെ മസിലുകളെ സംരക്ഷിക്കാനും എല്ലുകൾക്ക് ബലം നൽകാനും മൊത്തത്തിലുള്ള യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു. അതായത്, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം തളരുകയല്ല, മറിച്ച് സ്വയം ഒന്ന് മിനുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ശരീരത്തെ ഒരു കാറ് പോലെയാണ് കാണാറുള്ളത്. പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും. എന്നാൽ ശരീരം അങ്ങനെയല്ല. അതൊരു ഹൈബ്രിഡ് വണ്ടിയാണ്. പെട്രോൾ തീർന്നാൽ അത് ബാറ്ററിയിലേക്ക് മാറും. ഈ മാറ്റം നടക്കുന്ന സമയം വളരെ നിർണായകമാണ്. ഈ 12 മുതൽ 14 മണിക്കൂർ വരെയുള്ള സമയത്ത് ശരീരം കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും തുടങ്ങുന്നു. സന്ധിവേദന, ശരീരവേദന എന്നിവയൊക്കെ പതുക്കെ കുറയുന്നത് നിങ്ങൾക്കനുഭവപ്പെടാം. കാരണം ഇൻസുലിൻ താഴെ നിൽക്കുന്നതുകൊണ്ട് ശരീരത്തിന് വിശ്രമിക്കാൻ അവസരം ലഭിക്കുന്നു. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടവേല കിട്ടുമ്പോൾ അവർ മെഷീനുകൾ വൃത്തിയാക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അവയെത്തന്നെ വൃത്തിയാക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. 16 മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് നമ്മൾ ഓട്ടോഫാജി എന്ന വിസ്മയകരമായ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണ് ഓട്ടോഫാജി? ലളിതമായി പറഞ്ഞാൽ ശരീരം തന്നെ തിന്നുന്ന അവസ്ഥ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നാം. പക്ഷേ അതൊരു ശുദ്ധീകരണമാണ്. നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ കേടായതും പഴയതുമായ സാധനങ്ങൾ നിങ്ങൾ എടുത്തു മാറ്റാറില്ലേ? അതുതന്നെയാണ് കോശങ്ങൾ ചെയ്യുന്നത്. കേടുവന്ന കോശങ്ങളെയും ആവശ്യമില്ലാത്ത പ്രോട്ടീനുകളെയും എന്തിന് ക്യാൻസറിന് കാരണമായേക്കാവുന്ന കോശങ്ങളെപ്പോലും ശരീരം കണ്ടെത്തി നശിപ്പിക്കാൻ തുടങ്ങുന്ന സമയം. നോബൽ സമ്മാനം വരെ ലഭിച്ച ഒരു കണ്ടുപിടുത്തമാണിത്. 16 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ നീണ്ടുനിൽക്കുന്ന ഉപവാസത്തിൽ നിങ്ങളുടെ ശരീരം ഒരു റീസൈക്ലിംഗ് പ്ലാന്റായി മാറുകയാണ്. പഴയതിനെ മാറ്റി പുതിയതിനെ സൃഷ്ടിക്കുന്ന പ്രക്രിയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എനിക്കിത്രയും സമയം വിശപ്പ് സഹിക്കാൻ പറ്റുമോ എന്ന്. സത്യത്തിൽ ആദ്യത്തെ ആ കടമ്പ കടന്നാൽ പിന്നെ വിശപ്പ് ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ തെളിമയുള്ളതാകുന്നത് നിങ്ങൾക്കനുഭവപ്പെടും. ഒരു തരം ഉന്മേഷം, ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. കാരണം തലച്ചോറിനിപ്പോൾ ലഭിക്കുന്നത് ഗ്ലൂക്കോസ് അല്ല, മറിച്ച് കീറ്റോണുകളാണ്. കൊഴുപ്പ് കട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കീറ്റോണുകൾ തലച്ചോറിന് ഒരു സൂപ്പർ ഫ്യൂവൽ പോലെയാണ്. കാറിൽ സാധാരണ പെട്രോൾ അടിക്കുന്നതും ഹൈ ഓക്ടെയിൻ പെട്രോൾ അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ. നിങ്ങൾ കൂടുതൽ ഏകാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആലസ്യം മാറി നിൽക്കും. എന്നാൽ ഇത് വെറും തുടക്കം മാത്രമല്ല. 18 മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് ഈ വ്രതം നീളുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 24 മണിക്കൂർ അല്ലെങ്കിൽ അതിലും കൂടുതൽ. അവിടെയാണ് ശരീരം അതിന്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ അഴിച്ചുവിടുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള മരുന്ന് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിൽ ദീർഘനേരത്തെ ഉപവാസം നിങ്ങളുടെ പ്രതിരോധശേഷിയെ എങ്ങനെ അടിമുടി മാറ്റുന്നു എന്നും പുതിയ സ്റ്റെം സെല്ലുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. ആഹാരം കഴിക്കാതിരിക്കുന്നത് വെറുമൊരു ത്യാഗമല്ല, അതൊരു ചികിത്സ കൂടിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 24 മണിക്കൂറുകൾ പിന്നിടുന്നു. ഒരു മുഴുവൻ ദിവസം ആഹാരമില്ലാതെ കടന്നുപോയിരിക്കുന്നു. പലരും വിചാരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ തളർന്നു, എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാകുമെന്നാണ്. എന്നാൽ സത്യമെന്താണെന്നോ? ഈ സമയത്താണ് പലർക്കും ശരീരത്തിൽ ഒരു പുതിയ ഊർജ്ജപ്രവാഹം അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ വളർച്ച ഹോർമോൺ അഥവാ ഗ്രോത്ത് ഹോർമോൺ ഇപ്പോഴതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയിട്ടുണ്ടാകും. സാധാരണഗതിയിലുള്ളതിനേക്കാൾ ഏകദേശം 2000% വരെ വർധനവാണ് ഈ ഹോർമോണിലുണ്ടാകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. പ്രായമാകുന്തോറും നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതും മസിലുകൾ കുറയുന്നതും എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതുമെല്ലാം ഈ ഹോർമോണിന്റെ കുറവുകൊണ്ടാണ്. എന്നാൽ 24 മണിക്കൂർ വ്രതമെടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ശരീരത്തോട് പറയുന്നത്, എനിക്ക് പ്രായമാകണ്ട, എനിക്കെന്റെ യുവത്വം തിരിച്ചുപിടിക്കണം എന്നാണ്. ഒരു ആന്റി ഏജിംഗ് ക്രീമിനും നൽകാൻ കഴിയാത്ത ഗുണം നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ തലച്ചോറിനുള്ളിലും വലിയൊരു വിപ്ലവം നടക്കുന്നുണ്ട്. BDNF എന്നൊരു പ്രോട്ടീൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ നമുക്ക് ലളിതമായി തലച്ചോറിനുള്ള വളം എന്ന് വിളിക്കാം.
നിങ്ങളുടെ വീട്ടിലെ ചെടികൾക്ക് വളം ഇട്ടുകൊടുക്കുമ്പോൾ അതെങ്ങനെ തഴച്ചു വളരുന്നുവോ അതുപോലെയാണിത്. പുതിയ ന്യൂറോണുകൾ അഥവാ പുതിയ നാഡീകോശങ്ങൾ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു. ഓർമ്മശക്തി കൂടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് വർദ്ധിക്കാനും എന്തിന് വിഷാദം പോലെയുള്ള മാനസിക പ്രശ്നങ്ങളെ ചെറുക്കാനും ഈ സമയം ശരീരം നിങ്ങളെ സഹായിക്കുന്നു. പലപ്പോഴും വ്രതമെടുക്കുന്നവർ പറയാറുണ്ട് അവർക്ക് വല്ലാത്തൊരു മാനസിക ഉല്ലാസം അനുഭവപ്പെടുന്നു എന്ന്, കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയുന്നു എന്ന്. അത് വെറുതെ തോന്നുന്നതല്ല. നിങ്ങളുടെ തലച്ചോറ് അതിന്റെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് മാറുന്നതിന്റെ ലക്ഷണമാണത്. കാടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ച് വിശന്നിരിക്കുന്ന സമയത്താണ് അവൻ ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. എന്നാലേ അവന് ഇരയെ കണ്ടുപിടിക്കാൻ കഴിയൂ. ആ പഴയ അതിജീവന തന്ത്രം ഇന്നും നമ്മുടെ DNA-യിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. വ്രതത്തിലൂടെ നമ്മൾ അതിനെ ഉണർത്തുകയാണ്. ഇനി 36 മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ശരീരം ഒരു ഡീപ്പ് ക്ലീനിംഗ് മോഡിലേക്ക് മാറുന്നു. നമ്മൾ വീടടിച്ചു വാരാറുണ്ട്, തുടയ്ക്കാറുണ്ട്. എന്നാൽ വർഷത്തിലൊരിക്കൽ നമ്മൾ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പുതുക്കാറില്ലേ? അതാണ് ഇപ്പോൾ ശരീരത്തിൽ നടക്കുന്നത്. ശരീരത്തിലെ കൊഴുപ്പ് ശേഖരങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നു. അമിതഭാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന, പോകാൻ മടിച്ചു നിൽക്കുന്ന ആ ദുർവാശി പിടിച്ച കൊഴുപ്പിനെ ശരീരം നിർബന്ധപൂർവം ഇന്ധനമായി മാറ്റുന്നു. 48 മണിക്കൂറുകൾ അഥവാ 2 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ സംഭവിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പാടെ ഒന്ന് റീസെറ്റ് ചെയ്യപ്പെടുന്നു. കേടുവന്നതും വയസ്സായതും ഒട്ടും പ്രവർത്തനക്ഷമമല്ലാത്തതുമായ പ്രതിരോധ കോശങ്ങളെ ശരീരം നശിപ്പിക്കുന്നു. പകരം എന്ത് സംഭവിക്കുന്നുവെന്നോ? സ്റ്റെം സെല്ലുകൾ അഥവാ മൂലകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്താണ് ഈ സ്റ്റെം സെല്ലുകളുടെ പ്രത്യേകത? ഇവയ്ക്ക് ശരീരത്തിലെ ഏതു കോശമായി മാറാനും കഴിവുണ്ട്. ഒരു യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരെ മാറ്റി തികച്ചും ആരോഗ്യവാന്മാരായ യുവരക്തമായ പുതിയ പട്ടാളക്കാരെ അതിർത്തിയിൽ നിയമിക്കുന്നതുപോലെയാണിത്. നിങ്ങളുടെ പ്രതിരോധശേഷി ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിയതുപോലെ ഫ്രഷ് ആകുന്നു. കീമോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ എടുത്തവരിൽ പോലും ദീർഘനേരത്തെ ഉപവാസം പ്രതിരോധശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ വയറിനെന്ത് സംഭവിക്കുന്നു എന്നുകൂടി ഓർക്കണം. നമ്മൾ ജനിച്ച അന്നു മുതൽ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന പാവം അവയവങ്ങളാണ് നമ്മുടെ ആമാശയവും കുടലുകളും. എപ്പോഴും ആസിഡും ഭക്ഷണവും ദഹനപ്രക്രിയകളുമായി മല്ലിടുന്ന കുടലിന് ചരിത്രത്തിലാദ്യമായി ഒരവധി കിട്ടുകയാണ്. കുടലിന്റെ ഉൾഭിത്തികൾക്ക് കേടുപാടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നത് ഈ സമയത്താണ്. ലീക്കി ഗട്ട് പോലെയുള്ള പലർക്കും ഉണ്ടെന്നുപോലും അറിയാത്ത അവസ്ഥകൾ സ്വയം ചികിത്സിക്കപ്പെടുന്നു. വയറിലെ വീക്കം കുറയുന്നു. പലതരം അലർജികളും ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളുമുള്ളവർക്ക് വ്രതം വലിയ ആശ്വാസം നൽകുന്നത് ഇതുകൊണ്ടാണ്. ശരീരം പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടുന്ന തിരക്ക് മാറ്റി സ്വന്തം വീടിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം കണ്ടെത്തുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഇത്രയും നേരം പട്ടിണി കിടന്നാൽ എന്റെ മസിൽ ഉരുകിപ്പോകില്ലേ? ഞാൻ ക്ഷീണിച്ചു പോകില്ലേ? ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും പേടി. എന്നാൽ പ്രകൃതി നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. പട്ടിണി കിടക്കുമ്പോൾ മസിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ശരീരം ഗ്രോത്ത് ഹോർമോൺ കൂട്ടിവച്ചിരിക്കുന്നത്. ശരീരം വളരെ ബുദ്ധിമാനാണ്. അതിനറിയാം മസിലുകൾ വേട്ടയാടാനും ഭക്ഷണം കണ്ടുപിടിക്കാനും ആവശ്യമാണെന്ന്. അതുകൊണ്ട് കൊഴുപ്പിനെ മാത്രം കത്തിക്കുകയും മസിലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അദ്ഭുത വിദ്യ ശരീരം പുറത്തെടുക്കുന്നു. ചുരുക്കത്തിൽ, വ്രതമെടുക്കുമ്പോൾ നിങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ എന്നാൽ മസിൽ ബലമുള്ള ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതൊരു ശാരീരിക മാറ്റം മാത്രമല്ല, വലിയൊരു മാനസിക വിജയം കൂടിയാണ്. വിശപ്പ് എന്ന വികാരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുകയാണ്. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഉടനെ കഴിക്കണം എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്ന് എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് നിയന്ത്രിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങൾ വളരുന്നു. ഈയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളിലും പ്രതിഫലിക്കും. ഒരു ലഹരിയോടുള്ള അടിമത്തം നിർത്താനോ അനാവശ്യമായ ദേഷ്യം നിയന്ത്രിക്കാനോ ഒക്കെ ഈ വ്രതം നൽകുന്ന മാനസിക കരുത്ത് നിങ്ങളെ സഹായിക്കും. എന്നാൽ ഈ വ്രതം അവസാനിപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ശരീരത്തെ വൃത്തിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് വാരിവലിച്ച് തിന്നാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഗുണങ്ങളെയും ഇല്ലാതാക്കി കളയും.
ഒരു വണ്ടി സർവീസ് കഴിഞ്ഞിറക്കുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും നല്ല പെട്രോൾ അല്ലേ അടിക്കുക, അല്ലാതെ മണ്ണെണ്ണ ഒഴിക്കില്ലല്ലോ. അതുപോലെ വ്രതം മുറിക്കുന്ന ആ നിമിഷം നിങ്ങൾ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം അത് അമൃത് പോലെയായിരിക്കണം. നിങ്ങളുടെ പുതിയ കോശങ്ങൾ കാത്തിരിക്കുന്നത് ആ പോഷകങ്ങൾക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ് വ്രതം ശരിയായി അവസാനിപ്പിക്കേണ്ടത്? എന്താണ് കഴിക്കേണ്ടത്? അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കുന്ന ആ അവസാനത്തെ മാറ്റമെന്താണ്? നമുക്കത് അടുത്ത ഭാഗത്തിൽ നോക്കാം. വ്രതം ഒരു യാത്രയാണെങ്കിൽ വ്രതം മുറിക്കൽ ആ യാത്രയുടെ വിജയകരമായ ലാൻഡിംഗ് ആണ്. ആ ലാൻഡിംഗ് പിഴച്ചാൽ എല്ലാം വെറുതെയാകും. വിമാനം പറന്നുയരുന്നതിനേക്കാൾ അപകടം പിടിച്ച ഒന്നാണ് അത് താഴെ ഇറക്കുക എന്നത്. പൈലറ്റുമാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം. വ്രതത്തിന്റെ കാര്യത്തിലും ഇത് അക്ഷരപ്രതി ശരിയാണ്. ഇത്രയും നേരം ഒരുപക്ഷെ 24 മണിക്കൂറോ 48 മണിക്കൂറോ അതിലധികമോ സമയം വിശ്രമത്തിലായിരുന്ന നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ പെട്ടെന്ന് ഞെട്ടിച്ചുണർത്തരുത്. നിങ്ങൾ വ്രതം മുറിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന സന്ദേശമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന സന്ദേശമാണോ, അതോ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന സന്ദേശമാണോ നിങ്ങൾ നൽകുന്നത് എന്നത് ആ ആദ്യത്തെ ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആമാശയം ഇപ്പോൾ ഒരു നവജാത ശിശുവിന്റെ വയറുപോലെ മൃദുവും ശുദ്ധവുമാണ്. അതിലേക്ക് എരിവും പുളിയും മസാലയും നിറഞ്ഞ അല്ലെങ്കിൽ പഞ്ചസാര വാരി വിതറിയ ഭക്ഷണം കോരിയിടുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് ഒരു ബക്കറ്റ് ഐസ് വെള്ളം ഒഴിക്കുന്നതുപോലെ ക്രൂരമാണ്. അത് നിങ്ങളുടെ ശരീരത്തെ ഷോക്കിലാക്കും. ഇൻസുലിൻ എന്ന ഹോർമോൺ ഇത്രയും നേരം ശാന്തമായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ അളവിൽ അന്നജമോ മധുരമോ ചെന്നാൽ ഇൻസുലിൻ കുത്തനെ ഉയരും. ഇത് ശരീരത്തിന് വലിയ ആഘാതമുണ്ടാക്കും. മാത്രമല്ല, ഇത്രയും സമയം കഷ്ടപ്പെട്ട് ശരീരമുണ്ടാക്കിയെടുത്ത എല്ലാ ഗുണഫലങ്ങളെയും അതൊരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുമ്പോഴുള്ള ആ ആദ്യ നിമിഷം അതൊരു ധ്യാനം പോലെയായിരിക്കണം. ആദ്യം കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുക. ആ വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങി ഒഴിഞ്ഞ വയറ്റിലെത്തുന്നത് അനുഭവിച്ചറിയുക. അത് ശരീരത്തിന് നൽകുന്ന ഒരു സിഗ്നലാണ്. തയ്യാറായിക്കോളൂ, ഭക്ഷണം വരുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ്. അതിനുശേഷം വളരെ ലഘുവായ എന്നാൽ പോഷകങ്ങൾ നിറഞ്ഞ എന്തെങ്കിലും കഴിക്കുക. ഒരു കപ്പ് എല്ലിൻ സൂപ്പോ അല്ലെങ്കിൽ കുറച്ച് കുതിർത്ത ബദാമോ അല്ലെങ്കിൽ വേവിച്ച പച്ചക്കറികളോ ആകാം. ഓർക്കുക, നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു ഉണങ്ങിയ സ്പോഞ്ച് പോലെയാണ്. വെള്ളത്തിലിട്ടാൽ ആ സ്പോഞ്ച് എങ്ങനെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്? അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന എന്തിനേയും ശരീരം അത്യാർത്തിയോടെ വലിച്ചെടുക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്നത് വിഷമാണോ അമൃതാണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. വിറ്റാമിനുകളും മിനറലുകളും നിറഞ്ഞ ഭക്ഷണം കൊടുക്കുമ്പോൾ ഓരോ കോശവും അത് നന്ദിയോടെ സ്വീകരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തോട് തോന്നുന്ന ഒരു ബഹുമാനമുണ്ട്. അതാണ് വ്രതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ TV കണ്ടുകൊണ്ടോ ഫോണിൽ നോക്കിക്കൊണ്ടോ എന്തൊക്കെയോ വാരി വിഴുങ്ങാറുണ്ട്. രുചി പോലും നമ്മൾ അറിയാറില്ല. എന്നാൽ വ്രതത്തിന് ശേഷം കഴിക്കുന്ന ആ കഞ്ഞിവെള്ളത്തിന് പോലും അല്ലെങ്കിൽ ആ ഒരു കഷ്ണം ആപ്പിളിന് പോലും ദൈവികമായ രുചിയായിരിക്കും. നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കുകയാണ്. ഓരോ ഉരുളയും എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഒരു തിരിച്ചറിവ് മതി നമ്മുടെ അമിതവണ്ണത്തെയും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെയും എന്നേക്കുമായി മാറ്റാൻ. ഭക്ഷണം എന്നത് വെറുമൊരു വിനോദമല്ല, മറിച്ച് ശരീരത്തിനുള്ള ഇന്ധനമാണെന്ന വലിയ സത്യം നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. ഇനി വ്രതം എന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒന്നാണോ? അല്ല, ഇതൊരു ജീവിതശൈലിയാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന പേരിൽ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യം നമ്മുടെ പൂർവികരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ദിവസവും 12 മണിക്കൂറെങ്കിലും, അതായത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് രാവിലെ കഴിക്കുന്നതുവരെയുള്ള സമയം വയറിന് വിശ്രമം കൊടുക്കുക എന്നത് നമുക്ക് ശീലമാക്കാവുന്നതേയുള്ളൂ. ആഴ്ചയിലൊരിക്കൽ ഒരു 24 മണിക്കൂർ വ്രതം. ഇത് നിങ്ങളുടെ ശരീരത്തെ മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റിയുള്ളതാക്കി മാറ്റും. അതായത് ഭക്ഷണം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനും കിട്ടാത്തപ്പോൾ സ്വന്തം കൊഴുപ്പ് കത്തിച്ചു പ്രവർത്തിക്കാനും ശരീരത്തെ പരിശീലിപ്പിക്കുക. ഇങ്ങനെ പരിശീലിച്ചൊരു ശരീരത്തിന് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പടിക്ക് പുറത്തു നിർത്താൻ സാധിക്കും. ഈ യാത്രയിൽ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും വലുത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളാണ് നമ്മുടെ വിശപ്പിന്റെ അടിമകളെന്നാണ്.
വിശന്നാൽ ദേഷ്യം വരുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു, തല കറങ്ങുന്നു. എന്നാൽ വ്രതമെടുത്തു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, വിശപ്പെന്നത് വെറുമൊരു ഹോർമോൺ കളി മാത്രമാണെന്നും മനസ്സുവെച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ടെന്നും ഞാനാണ് എന്റെ ശരീരത്തിന്റെ യജമാനൻ എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ആ ആത്മവിശ്വാസം നിങ്ങളുടെ ജോലിയെയും കുടുംബജീവിതത്തെയും വ്യക്തിപരമായ വളർച്ചയെയും പോസിറ്റീവായി ബാധിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാത്ത ഏതു സാഹചര്യവുമായും പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു പുതിയ വ്യക്തിത്വമായി നിങ്ങൾ മാറും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ശരീരത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന ഒരേയൊരു വീടാണ് നമ്മുടെ ശരീരം. അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ മാറി താമസിക്കാൻ വേറെ വീടില്ല. കോടികൾ കൊടുത്താലും കിട്ടാത്ത അമൂല്യമായ അവയവങ്ങളാണ് നമുക്കുള്ളത്. അവയ്ക്കിടയ്ക്കൊന്ന് വിശ്രമം കൊടുക്കുന്നത്, അവയെയൊന്ന് അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കുന്നത് നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്, കരുതലാണ്. വ്രതമൊരു ത്യാഗമല്ല, അതൊരു ആഘോഷമാണ്. ആരോഗ്യത്തിന്റെയും യൗവനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും. ഈ അറിവുകൾ കേട്ട് വെറുതെ തലയാട്ടിപ്പോകാതെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ചെറിയ രീതിയിൽ തുടങ്ങി നോക്കൂ. ഒരുപക്ഷേ ഇന്ന് രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് നാളെ രാവിലെ അല്പം വൈകി കഴിച്ചുകൊണ്ട് തുടങ്ങാം. മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന തിളക്കമുള്ള കണ്ണുകളും തെളിഞ്ഞ ചർമ്മവും ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഊർജവും നിങ്ങളോട് നന്ദി പറയും. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ അറിവ് നിങ്ങൾക്കൊരു പുതിയ അറിവോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവോ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്രതത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ മാറിയെന്നും കൂടുതൽ ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഇത് നിങ്ങൾക്ക് പ്രചോദനമായി എന്നും കരുതുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. കാരണം ആരോഗ്യമെന്നത് പങ്കുവയ്ക്കുമ്പോൾ കൂടുന്ന ഒന്നാണ്. വ്രതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളോ സംശയങ്ങളോ താഴെ കമന്റ് ബോക്സിൽ എഴുതാം. നമുക്കതൊരു ചർച്ചയാക്കാം. ഇനിയും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന അറിവ് പകരുന്ന വീഡിയോകളുമായി ഞാൻ വരും. അതുവരെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, ആരോഗ്യത്തോടെയിരിക്കുക. നന്ദി.